അദ്ദേഹം ജനങ്ങളുടെ ആവശ്യങ്ങളൊക്കെ മനസ്സിലാക്കി അവരുടെ കൂടെ നടന്നുകൊണ്ട് ജനിച്ചു വളർന്ന അതേ സ്ഥലത്ത് ജീവിച്ച് അതേ സ്ഥലത്ത് അപ്പനും അമ്മയുടെയും കൂടെ തന്നെ നടന്ന് നീങ്ങി, കൂട്ടുകാരുടെയൊക്കെ അന്നത്തെ കൂട്ടുകാരുടെ കൂടെ ഉഴപ്പനായിട്ട് നടന്ന ആ കൂട്ടുകാരുടെ കൂടെ തന്നെ നടന്ന് അവരെയും കൂടെ വിശുദ്ധ പദവിയിലേക്ക് കൊണ്ടുവന്ന ഒരു വിശുദ്ധനാണ് വിശുദ്ധ ഫ്രാൻസിസ് അസീസി. എപ്പോഴും വൈദികരോട് പറഞ്ഞത്, നിങ്ങളുടെ അജപാലകന ദൗത്യം നിങ്ങൾ പൂർത്തിയാക്കുമ്പോൾ നിങ്ങൾ എല്ലാ മനുഷ്യരുടെയും ഉള്ളിലേക്ക് പോവുക, അവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് അവരുടെ കൂടെ നിന്ന് സഹായിക്കുക എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ പാസ്റ്റൽ കെയർ ആയിരുന്നു അദ്ദേഹത്തിന്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ്. അത്രയും നല്ല ഒരു മാർപ്പാപ്പ ലോകത്തിന്റെ ഏറ്റവും അവസാന നിമിഷം വരെ, ഇന്നലെ ഈസ്റ്ററിന്റെ ദിനത്തിലെ മാർപ്പാപ്പ എല്ലാ ജനങ്ങൾക്കും സമാധാനത്തിന്റെ ആശംസകൾ കൊടുത്തു, ആശീർവാദം കൊടുത്തു. അതിനുശേഷം അമേരിക്കയുടെ വൈസ് പ്രസിഡന്റിനെ കാണുമ്പോഴും അദ്ദേഹം പറഞ്ഞത്, നമ്മുടെ ലോകത്തിലെ സമാധാനം വേണം, സമാധാനം വേണം. അതായിരുന്നു അദ്ദേഹത്തിന്റെ വാക്ക്. നമുക്ക് തീർച്ചയായിട്ടും ആ മാർപ്പാപ്പയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. ദൈവസന്നിധിയിൽ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുവാനായിട്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ എന്നും ഉണ്ടാകും. കാരണം മരണത്തിന്റെ ആ നിമിഷം വരെ ജനങ്ങളോട് കൂടെ ആയിരിക്കുവാനായിട്ട് ഇറങ്ങിത്തിരിച്ച ഒരു മാർപ്പാപ്പയായിരുന്നു. നമുക്കറിയാം, 88 വയസ്സായിട്ടുള്ള ഒരു പ്രായമായ മനുഷ്യൻ വാർദ്ധക്യ സഹജമായ രോഗങ്ങളാൽ മരിക്കാൻ പോകുമ്പോൾ നമുക്കറിയാം, ആശുപത്രി കിടന്ന 2 മാസം, അതിനൊക്കെ കഴിഞ്ഞ് 2 മാസം റെസ്റ്റ് എടുക്കാനായിട്ട് പറഞ്ഞ മാർപ്പാപ്പ എന്നാൽ ഓരോ പ്രോഗ്രാമിനും ജനങ്ങളുടെ കൂടെ ആയിരിക്കാനായിട്ട് എണീറ്റ് വരികയാണ്, വീട്ടിൽ നിന്ന് എണീറ്റ് വരികയാണ്. അപ്പൊ അത്രയും എഫേർട്ട് കാണിച്ച മനുഷ്യൻ മരണത്തിന്റെ ആ അവസാന നിമിഷം വരെ ജനങ്ങളോട് കൂടെ ആയിരിക്കുവാനായിട്ട് ഇത്രയും എഫേർട്ട് കാണിച്ച മനുഷ്യൻ തീർച്ചയായിട്ടും ദൈവസന്നിധിയിൽ നമ്മളോടൊപ്പം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ഉണ്ടാകും എന്നുള്ളത് തീർച്ചയായിട്ട് നമുക്ക് മനസ്സിലാക്കാം. നമുക്ക് ആത്മാവിന് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. நேற்றுக்கு ஈஸ்டர் பிளெஸ்ஸிங் மாஸ்க்கு வந்திருந்தா காமன் பிளெஸ்ஸிங் இருந்தது பாப்பாவோட. ஸோ அந்த பிளெஸ்ஸிங் எனக்கும் நேற்றுக்கு கிடச்சது இருந்தது. ரொம்ப பெருமையாக இருந்தது நேற்று. ஸோ டுடே இன்னைக்கு இவங்க ரொம்ப சோகமாக தெரியுது நினைக்கும் போது. எப்படி சொல்கிறதுன்னு புரியல. மனசுகளோட நெஞ்சுக்குள்ளே இடம் பிடிச்சிட்டு இருந்தார் அந்த பாப்பா. பெரியவர் சின்னவர் எந்த பிரிச்சு பார்வையும் இல்லாமல் எல்லாரையும் ஒரே மாதிரியாக ஒரே கண்ணிலே பார்த்துட்டு இருந்தார் அந்த பாப்பா. 3-4 வாட்டி நான் அவரோட பிளெஸ்ஸிங் வாங்குறதுக்கான எனக்கு ஒரு கிருபை கிடைச்சது. ஒரு வாட்டி ரொம்ப கிட்டையாக பிளஸ் பண்ணார். ஸோ நெருங்கி வரும்போது பக்கத்தில் இருந்த சின்ன பசங்களை எல்லாமே தொட்டு 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 அப்படியே வந்துட்டு இருந்தார். அவர் எப்போவுமே ஜனங்களோட கூட இருக்கணும், எல்லாரையும் ஒன்றா சேர்ந்து பார்க்கணும், அந்த மாதிரி நினச்சி மனுஷங்களோட சேர்ந்து வாழணும்னு நினச்சிட்டு இருந்தார். ஸோ இன்றைக்கி எனக்கு ரொம்ப வேதனையாக இருக்கிறேன். அவரோட இழைப்பு இந்த உலகத்துக்கு சொல்ல முடியாத ஒரு வேதனை. We'll have to chicks.
my